കൊച്ചി നഗരത്തിൽ പബ്ബിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കിയെന്ന കേസ് ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. നടി ലക്ഷ്മി ആർ മേനോൻ അടക്കമുള്ളവരായിരുന്നു കേസിലെ പ്രതികൾ. ചില നിർണായക CCTV ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ഒടുവിൽ നടി ലക്ഷ്മി മേനോനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. പരാതി നൽകിയവരും ലക്ഷ്മി മേനോൻ ഉൾപ്പെടെയുള്ളവരും കേസ് ഒത്തുതീർന്നെന്ന് അറിയിച്ചതോടെയാണ് കോടതിയുടെ നടപടി. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. നടി ലക്ഷ്മി ആർ മേനോൻ പ്രതിയായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസാണ് റദ്ദാക്കിയത്. ലക്ഷ്മി മേനോനെതിരെ പരാതിയില്ലെന്ന് യുവാവ് ഹൈക്കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് കോടതിയുടെ നടപടി. എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി റദ്ദാക്കിയത്. ലക്ഷ്മി ആർ മേനോനും സംഘവും IT ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ലക്ഷ്മി മേനോനെതിരെ പരാതിയില്ലെന്ന് യുവാവ് ഹൈക്കോടതി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. ബാറിൽ വെച്ച് ഇരു സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും കാറിൽ പിന്തുടർന്നെന്നും എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി മറ്റൊരു കാറിൽ കയറ്റി മർദ്ദിച്ചെന്നുമായിരുന്നു പരാതി. സംഭവത്തിൽ മിഥുൻ, അനീഷ്, സോന എന്നിവരെ എറണാകുളം ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആലുവ സ്വദേശിയായ IT ജീവനക്കാരനാണ് പരാതി നൽകിയത്. അതേസമയം പരാതി കെട്ടിച്ചമച്ചതാണെന്നും IT ജീവനക്കാരൻ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്നും അസഭ്യം വിളിച്ചെന്നുമായിരുന്നു നടിയുടെ വാദം. മലയാളം, തമിഴ് സിനിമകളിൽ സജീവമായ ലക്ഷ്മി മേനോൻ 2021 രഘുവിന്റെ സ്വന്തം റസിയ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. തുടർന്ന് തമിഴിൽ കുംകി, സുന്ദര പാണ്ഡ്യൻ, ജിഗർ തണ്ട തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതി. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലാണ് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് പിടികൂടിയത്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന് വ്യക്തമായതോടെയാണ് അദ്ദേഹത്തെയും കേസിൽ പ്രതി ചേർത്തത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഛായാഗ്രാഹകൻ സമീർ താഹിർ, ഇവരുടെ സുഹൃത്ത് ഷാലെ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കിയാണ് എറണാകുളം എക്സൈസ് ഡിവിഷൻ കുറ്റപത്രം സമർപ്പിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് ഹാരിസാണ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. .6 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. 1 കിലോയിൽ താഴെ അളവിലുള്ള കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ പരമാവധി 1 വർഷം കഠിന തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ഏപ്രിൽ 27 പുലർച്ചെയാണ് സമീർ താഹിർ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ ഫ്ളാറ്റിലുണ്ടായിരുന്ന ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഷാലെ മുഹമ്മദ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. സംഭവം നടക്കുമ്പോൾ ഫ്ളാറ്റിലില്ലാതിരുന്നിട്ടും ലഹരി ഉപയോഗം സമീർ താഹിറിന്റെ അറിവോടെയായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതേസമയം പ്രതികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയെന്ന് കരുതുന്ന കോഴിക്കോട് സ്വദേശിയായ ഇടനിലക്കാരനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്.
ന്യൂസ് 18 കൊച്ചി. പൊതുഗതാഗത സംവിധാനങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും കഴുകൻ കണ്ണുകളോടെ നോക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഏറുകയാണ്. KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ SDPI നേതാവ് അറസ്റ്റിലായതാണ് ഒടുവിലത്തെ സംഭവം. കൊടുങ്ങല്ലൂർ കോതവർമ്മ സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബസ്സിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് SDPI നേതാവ് അറസ്റ്റിലായത്. SDPI മുൻ മണ്ഡലം സെക്രട്ടറി കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാത്രിയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ KSRTC ബസ്സിൽ വെച്ച് പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് അതിക്രമം കാട്ടുകയായിരുന്നു. പെൺകുട്ടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ബസ് ജീവനക്കാരും സഹയാത്രികരും ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ പെൺകുട്ടി പോലീസിലും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിലും KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ പെൺകുട്ടി പ്രതിയുടെ കരണത്തടിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. തൃശൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് കവർച്ച. വർഷങ്ങളായി വാടാനപ്പള്ളിയിൽ താമസമാക്കിയ മഹാരാഷ്ട്ര സ്വദേശി അക്ഷയുടെ 3 ലക്ഷം രൂപയാണ് കവർന്നത്. കാറിൽ അക്ഷയെ പിന്തുടർന്നെത്തി ആക്രമിച്ച സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുന്ന അക്ഷയെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. വാടാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുകയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ അക്ഷയ്. ബിസിനസിന്റെ ഭാഗമായി ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന കളക്ഷൻ പണം അതാത് ദിവസം ബാങ്കിൽ അടയ്ക്കുകയാണ് പതിവ് രീതി. കളക്ഷനായി ലഭിച്ച 3 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കുന്നതിനാണ് ഇയാൾ ഉച്ചയോടെ ബൈക്കിൽ അന്തിക്കാട്ടേക്ക് പുറപ്പെട്ടത്. ചാഴൂർ മുതൽ ഒരു സംഘം ആളുകൾ കാറിൽ പിന്തുടർന്നിരുന്നു. എന്നാൽ സംശയിക്കത്തക്കതായി ഒന്നും തോന്നിയില്ലെന്നാണ് അക്ഷയ് പോലീസിന് പിന്നീട് മൊഴി നൽകിയത്. മുറ്റിച്ചൂർ എത്തിയപ്പോൾ ബൈക്കിനെ മറികടന്ന് വഴി ചോദിക്കാനെന്ന പേരിൽ അടുത്തെത്തിയ സംഘം കാറിലിരുന്ന് തന്നെ അക്ഷയുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. പിന്നാലെ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം അക്ഷയ് തന്നെയാണ് മുറ്റിച്ചൂരിൽ ഉണ്ടായിരുന്ന ആളുകളെ വിവരമറിയിക്കുന്നത്. ഇവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതോടെ അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. പ്രാഥമിക പരിശോധനയിൽ കാര്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അക്ഷയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടരുകയാണ് അന്വേഷണ സംഘം. ഇയാളെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. ആസൂത്രിതമായി കവർച്ച നടത്തുന്ന മറ്റ് സംഘങ്ങളാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ന്യൂസ് 18 തൃശൂർ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ കൊച്ചി കലൂരിലെ വാടക വീട്ടിൽ മോഷണം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ മോൺസന് കോടതി അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് പരോളുള്ള പ്രതി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണവിവരം അറിഞ്ഞത്. 20 കോടിയോളം രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ മോഷണം പോയെന്നാണ് മോൺസന്റെ പരാതി. മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ ഒരു
ഭാഗം പൊളിഞ്ഞ നിലയിലായിരുന്നു. ഇതിനുള്ളിലുണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്നാണ് മോൻസൺ നൽകിയ പരാതിയിൽ പറയുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാണ്ട് 20 കോടിയോളം രൂപ വിലയുള്ള സാധനങ്ങൾ മോഷണം പോയെന്ന് മോൻസന്റെ അഭിഭാഷകൻ MG ശ്രീജിത്ത് പറഞ്ഞു. ഈ പുരാവസ്തുക്കൾ അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ട പുരാവസ്തുക്കൾ വിട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കോടതിയിൽ നിന്ന് ഉത്തരവ് പ്രകാരം വിട്ടുകിട്ടിയിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മോൻസൺ മാവുങ്കൽ നിന്ന് വന്നത് തിട്ടപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കാര്യം അവകാശവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് തിട്ടപ്പെടുത്തണം. എന്തൊക്കെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ക്രൈം നമ്പർ എത്രയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ചോദിച്ചപ്പോൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ വീട്ടിൽ കയറി ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് ഉത്തരവുള്ളത് അദ്ദേഹം ബോധ്യപ്പെട്ട് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ല നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് വാതിൽ പൊളിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. CCTV ഉള്ളത് പൊളിച്ചുമാറ്റിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് കോടതിയിൽ നിന്നും കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധിച്ച സമയത്ത് വീടിന് കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ പുരാവസ്തുക്കൾ മോഷണം പോയി എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് മോൻസന്റെ വീടും സാധനങ്ങളും. 2ാം തവണയാണ് വീട്ടിൽ മോഷണം നടക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. 95 ലക്ഷം രൂപയുടെ ഓൺലൈൻ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികൾ 2 പേരെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ മാരമ്പള്ളി സ്വദേശികളായ മുഹമ്മദ് അസ്ലം, മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു പ്രതികൾ പണം തട്ടിയെടുത്തത്. പരാതിക്കാരനായ അധ്യാപകനെ ഗോൾഡ് ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വാട്സാപ്പ് നമ്പർ വഴിയാണ് പ്രതികൾ പരാതിക്കാരനെ ബന്ധപ്പെട്ടത്. തുടർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ 60% നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പല തവണകളായി 95 ലക്ഷത്തോളം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പ്രതികൾ പണം അയക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. ഈ തുകയും അതിന് വാഗ്ദാനം ചെയ്ത ലാഭവും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിക്കാരന് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് ഇദ്ദേഹം നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. മലപ്പുറം സൈബർ ക്രൈം പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായി. മുഹമ്മദ് അസ്ലമിന്റെ ബാങ്ക് അക്കൗണ്ട് ഈ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ സുഹൃത്തും ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന ഏജന്റുമാണ് മുഹമ്മദ് അഫ്സൽ. തുടർന്ന് പെരുമ്പാവൂർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ സ്ഥിരമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി വന്നിരുന്ന ഒരു വലിയ സംഘത്തിലെ കണ്ണികളാണ് ഇവർ 2 പേരുമെന്ന് വ്യക്തമായി. തുടർന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ICയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളിൽ നിന്ന് 15 ATM കാർഡുകൾ, 15 ചെക്ക് ബുക്കുകൾ, 11 പാസ്ബുക്കുകൾ, 10,400 രൂപ എന്നിവയും കണ്ടെത്തി. സൈബർ ടീം അംഗങ്ങളായ SI നജുമുദ്ദീൻ, SCPO രഞ്ജിത്ത് KT, SCPO രാജരത്നം, CPO അരുൺ K, വിഷ്ണു ശങ്കർ, മൻസൂർ അയ്യോളി എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. പോലീസുകാരെ നോക്കുകുത്തിയാക്കി വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ എവിടെയാണ്? ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൊടും കുറ്റവാളിയുടെ പൊടി പോലും കണ്ടെത്താൻ കേരള തമിഴ്നാട് പോലീസുകാർക്കായിട്ടില്ല. ബാലമുരുകൻ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിൽ അവിടെ അന്വേഷണം ഊർജിതമാക്കി. ഇയാളുടെ ഭാര്യയെയും കാമുകിയെയും കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. ഇവരെ കാണാൻ ബാലമുരുകൻ എത്തിയേക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഴിക്കുള്ള അന്വേഷണം. വിയ്യൂർ ജയിലിൽ
പരിസരത്ത് വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിൽ ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേരള പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ബാലമുരുകന്റെ ഭാര്യ, കാമുകി, തമിഴ്നാട്ടിലെ കൂട്ടാളികൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് സംഘം തൃശൂരിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. ഞായറാഴ്ച രാവിലെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിരുദുനഗർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിങ്കളാഴ്ച രാത്രിയോടെ തിരികെ എത്തിക്കുമ്പോഴാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. വിയ്യൂരിലെ ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയ സ്കൂട്ടറിൽ ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടതാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും പോലീസിനായിട്ടില്ല. അതിർത്തി കടന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ബാലമുരുകൻ തടവു ചാടിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ട തമിഴ്നാട് പോലീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ നിന്ന് ചാടിയ ചരിത്രമുണ്ടായിട്ടും ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിലങ്ങണിയിക്കാതെ കൊണ്ടു നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെയായിരുന്നു നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ നടന്നത് ആസൂത്രിത സ്വർണ്ണക്കൊള്ളയാണെന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളികൾ ഇളക്കിയെടുത്തത് ഒരു പരിശോധനയും കണക്കെടുപ്പുമില്ലാതെയാണെന്ന് വ്യക്തമായി. വാതിൽപ്പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല. തിരുവാഭരണ കമ്മീഷണറുടെ അടക്കം സാന്നിധ്യമുണ്ടാവേണ്ടിടത്ത് മേൽശാന്തിയും വാച്ചറുമടക്കമാണ് മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം കേസിലെ പ്രതികളായ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. മാർച്ച് 11 ശ്രീകോവിലിന്റെ പഴയ വാതിൽ പാളികൾ ഇളക്കി മാറ്റിയത്. പഴയ പാളികൾ ഇളക്കിയെടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് മഹസറിൽ. 315 പവനോളം സ്വർണം വാതിലുകളിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. പഴയ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുമ്പോൾ ഉണ്ടായിരുന്നില്ല. സ്വർണത്തിന്റെ അളവും പരിശോധിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന പുതിയ കതകുപാളികളിൽ ചെമ്പിൽ സ്വർണം പൂശിയതെന്ന് രേഖപ്പെടുത്തിയിരുന്നു. തിരുവാഭരണ കമ്മീഷണർ ഒപ്പിടേണ്ട സ്ഥാനത്ത് മേൽശാന്തിയും വാച്ചറുമാണ് മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത്. പഴയ കതകുപാളികൾ സന്നിധാനത്തുണ്ടെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ വ്യക്തത വന്നിട്ടില്ല. ഈ കതകുപാളികളുടെ അടക്കം കാര്യത്തിലാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതും. ശ്രീകോവിലിന്റെ 315 പവൻ സ്വർണം പൊതിഞ്ഞ മുഖ്യവാതിലിന് പകരം 40.5 പവൻ സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാതിൽ സ്ഥാപിച്ചോ എന്നാണ് കോടതിയുടെ സംശയം. അതേസമയം റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. മുരാരി ബാബുവിനെ ഈ മാസം 10 വരെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ 12 വരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും സന്നിധാനത്തെത്തിച്ച് പരിശോധനകളും തെളിവെടുപ്പും നടത്തും. സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടപടികൾ ആരംഭിച്ചു. 6 മുൻ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ബോർഡ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കം തടയുമെന്ന നിലപാടിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആളുകളെ ആക്രമിക്കുന്ന പ്രവണത ഇപ്പോൾ വർദ്ധിക്കുകയാണ്. കാറിനെ ഓവർടേക്ക് ചെയ്തതിൽ പ്രകോപിതരായ യുവാക്കൾ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് കൂറ്റനാടാണ് സംഭവം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ബെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ്, മേഴത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. അലൻ തൃത്താലയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ്.
സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിക്കാണ് കാർ യാത്രക്കാരുടെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ്, മേഴത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. ബുധനാഴ്ച വൈകിട്ട് 6:30 കൂറ്റനാട് സെന്ററിൽ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് സംഭവം. അലനും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാറിനെ പെട്ടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ബെന്നി മറികടന്നതിൽ പ്രകോപിതരായാണ് ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു. ഓട്ടോയെ മറികടന്ന ശേഷം ഇവർ ഓട്ടോ നിർത്തിവെച്ച് ബെന്നിയെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ കുടിക്കാൻ വരികയായിരുന്നു. അവരെ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇടിച്ചു. വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു പോലെ ഷോൾഡറിൽ ഈ മൂട്ടിനും ഇവിടെയൊക്കെ മാരക പരിക്ക് പറ്റി. രണ്ടാളും കൂടിയിട്ടാണ് ആക്രമിച്ചത്. കൈ കൊണ്ട് ബലമായി പിടിച്ചിടിച്ചത്. മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായി പരിക്കേറ്റു. താക്കോൽ ഉപയോഗിച്ചുള്ള കുത്തുകളേറ്റ് ചുണ്ടുകൾക്കും തോളിനും പരിക്കുണ്ട്. മൂക്കിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചാലിശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും 2 പ്രതികളെയും പിടികൂടുകയുമായിരുന്നു. ബെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിടിയിലായ അലൻ 2024 ജൂണിൽ തൃത്താല SIയെ കാറിടിപ്പിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മദ്യലഹരിയിൽ വാഹനമോടിക്കുമ്പോൾ പലപ്പോഴും അത് ഇരകളാവുക നിരപരാധികളായി. കണ്ണൂർ പയ്യന്നൂരിൽ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ ഓടിച്ച കാർ ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്ത്രീ മരിച്ചു. ഓട്ടോ യാത്രക്കാരിയായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി ഖദീജയാണ് മരിച്ചത്. സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 9:30 യുവാക്കളുടെ പരാക്രമം. മദ്യലഹരിയിൽ കാറിൽ പാഞ്ഞ ഇവർ ബൈക്കുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ടയർ പൊട്ടിയ കാർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡിൽ നിന്നപ്പോൾ നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്ന് കാർ വളഞ്ഞ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേരും ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. നീലേശ്വരം സ്വദേശികളായ അഭിരാഗ്, അഭിജിത്ത് എന്നിവരെയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട സമയം കാറിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഖദീജ. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഇതിനു മുമ്പ് 2 ബൈക്കുകളിലും കാർ ഇടിച്ചിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം ആദവനാട് വീട് കുത്തി തുറന്ന് 2 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ബന്ധുവായ 17-കാരനടക്കം 2 പേർ അറസ്റ്റ്. സ്വർണം മോഷ്ടിച്ച 2 കുട്ടികളും വിൽക്കാൻ സഹായിച്ച ഇടനിലക്കാരായ സ്ത്രീയും പുരുഷനുമടക്കം 4 പേരാണ് കേസിലെ പ്രതികൾ. സ്വർണം വിറ്റ് കിട്ടിയ പണം ആഡംബര ജീവിതത്തിനായാണ് പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും ഉപയോഗിച്ചത്. നവംബർ 3 വൈകുന്നേരമാണ് സംഭവം. ആദവനാട് പാറ പ്രദേശത്ത് ഉമ്മാത്ത എന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നാണ് ബന്ധുവായ 17-കാരനും മറ്റൊരു 17-കാരനും ചേർന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചത്. ഉമ്മാത്തയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ബന്ധുവായ 17-കാരനാണ് മോഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. സുഹൃത്തായ 17-കാരനും സഹായിച്ചെന്ന് പ്രതി മൊഴി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന വളാഞ്ചേരി പേരശ്ശന്നൂർ സ്വദേശി വാൽപ്പറമ്പിൽ അബ്ദുൾ ഗഫൂറാണ്
കുറ്റവാളികളിൽ നിന്ന് സ്വർണം വാങ്ങി വിൽപ്പന നടത്താൻ സഹായിച്ചതെന്ന് മനസ്സിലാക്കി. ഗഫൂറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ വളാഞ്ചേരിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആദവനാട് പാറ സ്വദേശിനി സെലീനയ്ക്ക് മാല കൈമാറിയതായി വ്യക്തമായി. തുടർന്ന് 1,30,000 രൂപയ്ക്ക് മാല വിറ്റതായും പോലീസ് കണ്ടെത്തി. 20,000 രൂപ ഗഫൂർ കമ്മീഷനായി കൈപ്പറ്റി. ബാക്കി തുക സ്വർണം മോഷ്ടിച്ച കുട്ടികൾക്കും നൽകി. ഇവർ മന്തി വാങ്ങി കഴിക്കുകയും ബൈക്കും ഐഫോണും വാങ്ങിയതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. 4 പേരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെയും മാല വിൽപ്പന നടത്തിയ സെലിനെയും പിടികൂടാനുണ്ട്. വളാഞ്ചേരി CI വിനോദ് വലിയാട്ടൂർ, SC സുരേഷ് കുമാർ, SCPO ശൈലേഷ്, CPOമാരായ ബൈജു പീറ്റർ, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. ട്രെയിൻ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന ഭിന്നശേഷിക്കാരനായ യുവാവ് ഷൊർണൂരിൽ റെയിൽവേ പോലീസിന്റെ പിടിയിലായി. ജന്മന സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്തയാളാണ് പ്രതി. കഴിഞ്ഞ ബുധനാഴ്ച മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശിയുടെ 1.25 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഐഫോണും 7,000 രൂപയും അടങ്ങിയ ബാഗാണ് ഓങ്ങല്ലൂർ സ്വദേശി സൈനുലാബ്ദീൻ മോഷ്ടിച്ചത്. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ ഷൊർണൂർ റെയിൽവേ പോലീസിനെയും RPFനെയും സഹായിച്ചത്. എറണാകുളത്ത് നിന്ന് കാസർഗോഡേക്ക് മംഗള എക്സ്പ്രസിലെ AC കമ്പാർട്ട്മെന്റിലായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ CK ആസിഫ് യാത്ര ചെയ്തിരുന്നത്. ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ ട്രെയിൻ ഷൊർണൂരിലെത്തിയിരുന്നു. കൈവശമുണ്ടായിരുന്ന ബാഗ് നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആസിഫ് ഉടൻ ഷൊർണൂർ റെയിൽവേ പോലീസിനെ സമീപിച്ചു. ഒട്ടും വൈകാതെ കേസെടുത്ത് കോഴിക്കോട് മുതലുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തിരൂരിൽ നിന്ന് പ്രതി ട്രെയിനിലേക്ക് കയറുന്നതും പട്ടാമ്പിയിൽ ബാഗുമായി ഇറങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു. വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന വിവരമറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. എന്നാൽ രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിനിടെ ബാഗുമായി പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇയാളിൽ നിന്ന് മോഷണം പോയ ഫോണും ATM കാർഡും കണ്ടെടുത്തു. പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാന മോഷണക്കേസുകളുണ്ട്. മുൻപ് പലതവണ ഇയാൾ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സഹതാപം മൂലം ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരായ ശശിനാരായണൻ, Y മജീദ്, RPF SI ദീപക്, ASI ഷിജു, K ബൈജു, A ബാബു, സത്താർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം നിലമ്പൂരിൽ തിരക്കേറിയ പാട്ടുത്സവ നഗരിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ യുവാക്കൾ അറസ്റ്റ്. മോഷണം നടത്തിയ യുവാവും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവുമാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് സ്വദേശികളായ സൈഫുദ്ദീൻ, അജ്മൽ ഫവാസ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥിരമായി ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. പലയിടങ്ങളിൽ നിന്നായി ബൈക്കുകൾ മോഷ്ടിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ബന്ധുക്കളായ 2 അംഗ സംഘമാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ, സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരക്കേറിയ നിലമ്പൂർ പാട്ടുത്സവ വേദിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ജനുവരി 15-ന് നിലമ്പൂർ പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷ്ടിച്ചത്. മോഷ്ടിക്കപ്പെട്ട ബൈക്ക് പാലക്കാട് ഭാഗത്ത് ഉപയോഗിച്ചു വരുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സൈഫുദ്ദീനാണ് ബൈക്കുകൾ മോഷ്ടിക്കുന്നത്. ഈ ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസാണ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രതികൾ മുൻപും ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെന്നും ബൈക്കുകൾ തിരിച്ചുകൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു.
പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 തിരൂർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണം തുടർക്കഥയാകുന്നു. ആശുപത്രിയിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റും മോഷണം പോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി എത്തിയ വയോധികയുടെ കഴുത്തിലെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും അപഹരിച്ചു. വയോധികയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കുള്ളിൽ സമീപകാലത്ത് നടന്ന മോഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 3 വാൾ ഫാനുകൾ, മോട്ടോർ, ചേഞ്ച് ഓവർ സ്വിച്ച്, ഫയർ സേഫ്റ്റി പൈപ്പ് ഹൗസ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി മോഷണം പോയതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ആശുപത്രിയിലെ OPയിൽ ചികിത്സയ്ക്കെത്തിയ വരോട് സ്വദേശിനിയായ വയോധികയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷണം പോയത്. OP ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നതിനിടെയാണ് കവർച്ച നടന്നത്. വയോധികയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇതോടൊപ്പം ആശുപത്രിയിലെ മറ്റു വസ്തുക്കൾ കാണാതായതിലും അന്വേഷണം നടത്തി വരികയാണെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് ചില നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. ന്യൂസ് 18 പട്ടാമ്പി. കേരള സർവകലാശാലയിലെ ജാതി നിക്ഷേപത്തിൽ ഡീനിനെതിരെ പോലീസിൽ പരാതി. ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് കഴക്കൂട്ടം ACPക്ക് പരാതി നൽകിയത്. നിരന്തരം വിവേചനം നേരിട്ടുവെന്നും ഗവേഷണ ബിരുദം നൽകരുതെന്ന് ആവശ്യപ്പെട്ടത് തന്റെ സമുദായത്തോടുള്ള സ്പർദ്ധ മൂലമാണെന്നും പരാതിയിൽ പറഞ്ഞു. അധ്യാപികയുടെ നടപടി അപലപനീയമെന്ന് മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഇപ്പോൾ വിഷയത്തിൽ വിപിൻ വിജയൻ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഭാഷാ വിഭാഗം ഡീനായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രസ്തുത പരാതി നൽകിയിട്ടുള്ളത്. കഴക്കൂട്ടം ACPക്കാണ് ഇപ്പോൾ നിലവിൽ വിപിൻ വിജയൻ പരാതി സമർപ്പിച്ചത്. അതായത് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് സമാനതകളില്ലാത്ത ജാതി അധിക്ഷേപമാണ് നേടേണ്ടി വന്നത്. നിരന്തരം ഇത്തരത്തിൽ തൻ്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ സമുദായത്തോട് സ്പർദ്ധ കാരണമാണ് ഈ അധ്യാപിക തനിക്ക് ഈ ബിരുദം തനിക്ക് ഈ PhD അനുവദിക്കരുത് എന്നുള്ള പേരിൽ കത്ത് നൽകിയത് എന്നും ഈ ആരോപണത്തിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. R. ബിന്ദു വിഷയത്തെ അപലപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. അതായത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. മാന്യതയും പക്വതയും അതുപോലെ തന്നെ അന്തസ്സും അധ്യാപകർ പാലിക്കണം. വിഷയത്തിൽ സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയും മന്ത്രി R. ബിന്ദു നൽകുന്നുണ്ട്. എക്സ്പെർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ്.
വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്നുള്ള പേരിലാണ് ഇയാൾക്ക് PhD അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് VC-ക്ക് ഈ ഡീൻ ഡോക്ടർ വിജയകുമാരി കത്ത് നൽകിയത്. ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ദിവസങ്ങൾക്ക് മുൻപ് വിപിൻ വിജയൻ പങ്കുവച്ചത്. താൻ പഠിച്ച ബിരുദങ്ങളെല്ലാം ഒന്നുമല്ലാതായി മാറിയ ഒരു അനുഭവമാണ് തനിക്കുണ്ടായത്. ഇത് തൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുറിവായി അനുഭവപ്പെട്ടുവെന്നും വിപിൻ വിജയൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിപിൻ വിജയന് MA, അതുപോലെ തന്നെ B.Ed, M.Ed, M.Phil തുടങ്ങിയ ബിരുദങ്ങളെല്ലാം സംസ്കൃതത്തിൽ തന്നെ ഉള്ളതാണ്. ഈ വിപിൻ വിജയൻ്റെ സംസ്കൃതത്തിലുള്ള M.Phil-ലുള്ള പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് ഇതേ ഡോക്ടർ വിജയകുമാരിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വിജയകുമാരി തന്നെയാണ് PhD-ക്ക് വേണ്ടി പ്രബന്ധം സമർപ്പിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ സർവകലാശാല VC-യും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ ആശുപത്രിക്കെതിരെ ആരോപണം ആവർത്തിച്ചിട്ടുണ്ട്. ഹൃദയാഘാതം സംഭവിച്ച വേണുവിന് കിടക്ക പോലും ലഭിച്ചില്ലെന്നും ദിവസങ്ങളോളം തുണി വിരിച്ച് നിലത്താണ് കിടന്നതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. മരുന്നോ ശുശ്രൂഷയോ തക്ക സമയം നൽകിയിരുന്നുവെങ്കിൽ വേണുവിനും ജീവനോടെ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത്. അതേസമയം ആരോപണം ഡോക്ടർമാർ നിഷേധിക്കുകയാണ്. രോഗം വഷളായ ഉടൻ തന്നെ വേണുവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോൾ പലതവണ അപേക്ഷിച്ച ശേഷമാണ് ICUവിലേക്ക് മാറ്റിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച ശേഷവും ചികിത്സയിലാണെന്ന ഭാവത്തിലാണ് ആശുപത്രി അധികൃതർ പ്രതികരിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മരണ റിപ്പോർട്ട് നമുക്ക് തന്നെ 8:15. ഞാൻ അതിനു മുന്നേ ആ വെന്റിലേറ്ററിൽ കയറ്റിയപ്പോഴും ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിക്കും, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വിളിച്ചാൽ നേരിയ ഒരു ജീവനുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ ഉണരുമെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. അവസാനം വരെ കരഞ്ഞിട്ട് പോലും അവസാനം പൊതിഞ്ഞ് താഴെ മോർച്ചറി വഴി ഇറക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മക്കളും ആ മനുഷ്യനെ കാണുന്നത്. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ആവർത്തിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു, റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ് മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. വേണുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ബുധനാഴ്ച രാത്രിയാണ് കൊല്ലം പന്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ന്യൂസ് 18 കൊല്ലം. പ്രമുഖ സിനിമാ താരങ്ങളടക്കം പ്രതിക്കൂട്ടിലായതാണ് കൂട്ടാൻ ആഡംബര കാർ കടത്ത്. സംഭവത്തിൽ ED-യും കസ്റ്റംസും അന്വേഷണം തുടരുകയാണ്. അതിനിടെ കോഴിക്കോട് മുക്കത്ത് നിസാൻ പെട്രോൾ കാർ ഉടമസ്ഥനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. കാരശ്ശേരി കുമാരനെല്ലൂരിൽ കാർ പെയിന്റിംഗ് ഷോപ്പ് നടത്തുന്ന മാവൂർ സ്വദേശിയുടെ പേരിൽ കസ്റ്റംസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ വാഹനം തന്റേതല്ലെന്നും അതുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. സംഭവത്തിൽ കസ്റ്റംസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.